ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് സ്പെഷ്യൽ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അതിൽ വരുന്നത് നൾ, അറേ, ഒബ്ജക്റ്റ്, റിസോഴ്സ്. അപ്പോൾ ഓരോന്ന് എന്താ നോക്കാം. നൾ നമ്മൾ SQL പഠിച്ചപ്പോൾ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. എം ടി വാല്യൂ, അവിടെ ഒന്നുമില്ല, സീറോ അല്ല, വേറെ ഒരു വാല്യൂസിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല, അവിടെ എം ടി ആണ്. അതാണ് നൾ എന്ന് പറയുന്നത്. PHP നൾ അതുപോലെ തന്നെയാണ്. നമുക്ക് നൾ എന്ന് പറയുന്നത് ഒരു വാല്യൂ അല്ലെങ്കിൽ ഇന്ന വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നില്ല, അത് എം ടി വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് നൾ. ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് $x = നൾ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? എക്സിൽ നൾ വാല്യൂ അസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി എക്സിൽ വേറെ നമുക്ക്, അതായത് എക്സ് എന്ന് വിളിക്കുമ്പോൾ ഒരു സ്പെസിഫിക് വാല്യൂ അല്ല നമുക്ക് വരിക, ഒരു എം ടി വാല്യൂ ആയിട്ടാണ് നമുക്കത് കിട്ടുന്നത് എക്സിന്. നെക്സ്റ്റ് ഡാറ്റ ടൈപ്പാണ് അറേ. അറേ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. എന്തിനാണ്? മൾട്ടിപ്പിൾ വാല്യൂസിനെ ഒരു സിംഗിൾ വേരിയബിളിൽ ഹോൾഡ് ചെയ്യുന്നു. അവിടെ ഇപ്പോൾ അറേ സൈസ് 5, 10, 100 എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അത്രയും സൈസിനനുസരിച്ചുള്ള ഓരോ വാല്യൂസിനെയാണ്, മൾട്ടിപ്പിൾ വാല്യൂസ്, സെയിം ടൈപ്പായിട്ടുള്ള മൾട്ടിപ്പിൾ വാല്യൂസിനെയാണ് അറേ ഹോൾഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഓരോ എലമെൻറ്റിനും ഓരോ പൊസിഷൻ വാല്യൂ ഉണ്ട്. അത് ഫസ്റ്റ് 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചാണല്ലേ. 0-ൽ ഫസ്റ്റത്തെ എലമെൻ്റ് ആയിരിക്കും ഉണ്ടാവുക, പിന്നെ 1-ൽ രണ്ടാമത്തെ എലമെൻ്റാണ്, 3-ൽ 2-ൽ മൂന്നാമത്തെ എലമെൻ്റാണ്. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് അറേ. ഇനി നെക്സ്റ്റ് ഉള്ളതാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റും C++ൽ നമ്മൾ പഠിച്ച പോലെ സെയിം അതേ ഒബ്ജക്റ്റിൻ്റെ കോൺസെപ്റ്റ് തന്നെയാണ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വാരിയബിൾസിനെയും ഫങ്ഷൻസിനെയും ഒന്നായിട്ട് അല്ലേ ഒരുമിച്ച് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ എന്തിനാണ്? ആ ഒരു വാരിയബിളിനെ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു വാരിയബിൾ, ഒബ്ജക്റ്റ് ആയിട്ടുള്ള ഒരു വാരിയബിളിൻ്റെ ഉള്ളിൽ അതിൻ്റെ വാരിയബിളും ഫങ്ഷനും ഒക്യുപ്പൈഡ് ആയിരിക്കും. ഇനി കൂടുതലും നമ്മൾ ഒബ്ജക്ട്സ് യൂസ് ചെയ്യുന്നത് ക്ലാസ് ബേസ്ഡ് ആയിട്ടായിരിക്കും അല്ലേ. ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്യണോ, ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണോ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒബ്ജക്റ്റ് കൂടുതലായിട്ടും യൂസ് ചെയ്ത് വരുന്നത്. ഇനി റിസോഴ്സസ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഡാറ്റ ടൈപ്പ് അല്ല. റിസോഴ്സ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വാരിയബിളാണ്. ആ ഒരു വാരിയബിൾ വേറൊരു എക്സ്റ്റേണൽ റിസോഴ്സിനെ പോയിൻ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ഈ ഒരു റിസോഴ്സ് ഹോൾഡ് ചെയ്യണത്. റിസോഴ്സ് ആയിട്ടുള്ള ഒരു വാരിയബിൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നതെന്ന് പറയുന്നത് ഒരു വാല്യൂവിനെയല്ല, മറിച്ച് വേറൊരു എക്സ്റ്റേണൽ ഒരു റിസോഴ്സിൻ്റെ എന്തെങ്കിലും ഒരു റെഫറൻസ് ആയിരിക്കും ഈ റിസോഴ്സ് എന്ന് പറയുന്ന വാരിയബിൾ ഹോൾഡ് ചെയ്ത് വെക്കുക. അതുകൊണ്ട് ഒരു സ്പെസിഫിക് ഡാറ്റ ടൈപ്പ് അല്ല റിസോഴ്സ്, പക്ഷെ അത്